சாரிப்பா. இந்த தடவை நான் யாரும் என்னை காப்பாற்றணும்னு நினைக்கலப்பா. எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினச்சிருக்கேன். ஆனால் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்டேன். இந்த பிரச்சனை சால்வ் ஆகாது. ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாற்றவே முடியாது. அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க, ரொம்ப அசிங்கமும் படுத்திட்டாங்க. போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டுறக்கு. முடிச்சுக்கலாம். ஏன் நீ உன் வாழ்க்கை நீ ஏன் முடிச்சுக்கிற? മുട്ടാളാ നീ உங்களுக்கு തോന്നலாம். എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഈ ഒരു യൂട്യൂബ് വീഡിയോ ക്ലിക്ക് ചെയ്തത് ഈ തമിഴിൽ കണ്ടിട്ടായിരിക്കും. കാരണം തമിഴിൽ ഞാൻ എന്തിനാണ് അതുപോലത്തെ ഒരു ടൈറ്റിൽ കൊടുത്തെന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് അതേ മുന്നേ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളുടെ ജസ്ന സലീം അതേപോലെ സ്മൃതിയും തമ്മിലുള്ള കുറച്ച് ഇഷ്യൂസ്. സ്മൃതിനെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ജസ്ന സലീം കണ്ടുവന്ന് അവിടെ അബോർഷന് വേണ്ടിയിട്ട് വന്നിരുന്നു എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഈ ജസ്ന സലീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിനാണ് ജസ്ന സലീം പറഞ്ഞതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഴയ വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്മൃതി എന്ന് പറഞ്ഞ പെൺകുട്ടി പുള്ളിക്കാരത്തി ജസ്ന സലീമിൻ്റെ പല പ്രഹസനങ്ങളും പൊളിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു വിരോധത്തിൻ്റെ പേരിലാണ് ഈ ജസ്ന സലീം ഈ സ്മൃതിയെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതേപോലെ എന്താ പറയുക അബോർഷൻ ചെയ്യാൻ വേണ്ടി സുധീഷ് എന്ന് പറഞ്ഞ ഒരാൾ ചെറുപ്പക്കാരൻ്റെ ഒപ്പം വന്നു എന്നുള്ള രീതിയിലൊക്കെ ആണ് പറഞ്ഞത്. അപ്പം അത് കള്ളമാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ സ്മൃതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പല യൂട്യൂബേഴ്സും ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് സ്മൃതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്മൃതി സൈബർ സെല്ലിൽ കേസ് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ജസ്ന സലീം ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റിമൂവ് ചെയ്തിട്ട് പോലും പിന്നീടും ജസ്ന സലീം പിന്നെ ആ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ള രീതിയിൽ പിന്നെയും ഈ ഒരു സ്മൃതിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെയും പല 1-2 വീഡിയോസ് ഇടുകയും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും അത് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസിന് എന്താ പറയുക അഗെയിൻസ്റ്റ് ആയിട്ട് ജസ്ന സലീം അത് പറഞ്ഞത് തെറ്റാണ്, നിങ്ങളത് അങ്ങനെ പറയരുതെന്നുള്ള രീതിയിൽ പല യൂട്യൂബ് റിയാക്ടേഴ്സും അവർക്ക് ആ വീഡിയോനെ അഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്ന സലീം ആദ്യത്തെ ആ ഒരു വീഡിയോ അതായത് സ്മൃതിയെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അബോർഷന് വേണ്ടി കണ്ടു എന്നുള്ള ആ ഒരു നുണ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ പല ആണുങ്ങളും പല യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പറയുന്നത് എന്താണ് സ്മൃതിയുടെ ചാരിത്രത്തെ പറ്റിയാണ് പറഞ്ഞത്, ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ കാര്യമാണ് ചാരിത്രം, അതിനെ പറ്റിയാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ചാരിത്രം? ഈ ചാരിത്രം നഷ്ടപ്പെടുന്ന പറയുമ്പോഴത്തേക്കും അതിലെന്താണ് ഒരു സ്ത്രീക്ക് അതോടുകൂടി തന്നെ ഒരു സ്ത്രീയുടെ ഒരു കഥ കഴിഞ്ഞോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം തീർന്നോ? അല്ലെങ്കിൽ അത് മാത്രമാണ് ഏറ്റവും ഒരു സ്ത്രീക്ക് ഈ ചാരിത്രം എന്ന് പറഞ്ഞ സംഭവമാണ് ഏറ്റവും വലുതെന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് സ്മൃതി തന്നെ അതിനെപ്പറ്റി ആ വാക്കുകൾ അല്ലെങ്കിൽ ചാരിത്രം അല്ലെങ്കിൽ പവിത്രത എന്നുള്ള വാക്കുകൾക്ക് ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് നമസ്കാരം, ഞാൻ ഈ കാണിച്ചേക്കുന്ന കമന്റ് നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ അടിയിൽ വന്ന കമന്റാണ്. അപ്പൊ ഇത്തരം കമന്റ് ഇടുന്നവർക്കും ഇത്തരം കമന്റ് വായിക്കുന്നവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന വ്യൂവേഴ്സിനും ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ സ്മൃതി മെയിനായിട്ട് ആ ഒരു കമന്റാണ് അടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ കമന്റ് ഞാനൊന്ന് വായിക്കാം. അതായത് ജോർജ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇട്ടേക്കുന്നതാണ്. എന്നാലും കേസ് കൊടുക്കില്ല അല്ലേ, മാനനഷ്ട കേസ് ഇല്ല, അതിനർത്ഥം സുധീഷ് ഏട്ടൻ സുഖമായി ഇരിക്കുന്നു. ഈ സുധീഷ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക ജസ്ന സലീം പടച്ചിട്ട ഒരു എന്താ പറയുക ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ലവർ അല്ലെങ്കിൽ ആ കൂടെ വന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഈ ജസ്ന സലീം ഇങ്ങനത്തെ ഒരു പേര് ഈ ഒരു കഥയിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊരു കമൻറ്റ് ഇട്ടേക്കാനാണ് സ്മൃതി മാനനഷ്ട കേസിന് പോകാഞ്ഞത് കൊണ്ടിട്ട് ഈ ജസ്ന സലീം പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ ഒരു കമൻറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് ഇട്ട ആൾക്കും അല്ലെങ്കിൽ അതേ സെയിം മാനസികാവസ്ഥയുള്ള ആൾക്കാർക്കും ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ സ്മൃതി ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്കും ആ വീഡിയോ ചെയ്യേണ്ടത് സ്മൃതിയുടെ ആവശ്യമായിരുന്നു. കാരണം പുള്ളിക്കാരത്തിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലെന്നുള്ളത് തെളിയിക്കേണ്ടത് സ്മൃതിയുടെ ആവശ്യമായിരുന്നു. പക്ഷെ അതിൽ ഉപയോഗിച്ചൊരു വാക്ക്, ആ ഒരു വാക്ക് മാത്രം എനിക്ക് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടില്ല. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് ആ ഒരു വാക്ക് മാത്രം എന്താണ് പറയുന്നത് ഞാൻ പ്ലേ ചെയ്യാം. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ മാനത്തിന് തന്നെ വില പറയുന്ന രീതിയിൽ, ചാരിത്രത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അവളുടെ പവിത്രതയെ തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ പവിത്രതയെ ചോദ്യം ചെയ്യാണ്. ആ പെൺകുട്ടിക്ക് ഒരു പവിത്രതയുമില്ല, ആ പെൺകുട്ടിക്ക് ഒരു ചാരിത്ര്യവുമില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വലുത് എന്താണ്? അവളുടെ ചാരിത്രമാണ്, അവളുടെ പവിത്രതയാണ്. അപ്പം അപ്പൊ ഇതില് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ആലോചിച്ചത്. കാരണം ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വലുത് അവളുടെ ചാരിത്രം അല്ലെങ്കിൽ പവിത്രതയും ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും എന്താണ് ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ
ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പവിത്രത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഈ പറയുന്നത് ഹോളിനെസ്, പ്യൂരിറ്റി, സേക്രഡ്നെസ്, സാങ്ക്ടിറ്റി, അതായത് പരിശുദ്ധം എന്നുള്ള അർത്ഥം. പരിശുദ്ധം അല്ലെങ്കിൽ എന്താ ഫ്രഷ് ആയിട്ടുള്ളത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയില്ലേ, അങ്ങനത്തെ വാക്കുകളാണ് ഈ ഒരു പവിത്രത എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു വാക്കാണ് ചാരിത്രം എന്നുള്ളത്. അതിൻ്റെ ഒരു അർത്ഥം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ചാരിത്രം എന്നുള്ള വേർഡും നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്താണ് ചാസ്റ്റിറ്റി എന്നാണ് ഇംഗ്ലീഷ് കാണിക്കുന്നത്. അത് നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും പവിത്രത എന്നുള്ള സംഭവം വരുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പം ഞാൻ ആലോചിക്കുന്നു, ഈ പവിത്രത എന്ന് പറഞ്ഞ വേർഡൊക്കെ നമ്മൾ കൂടുതലും കേൾക്കാറുള്ളത് എന്താണ് പവിത്രമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പരിശുദ്ധമായ വെളിച്ചെണ്ണ, അല്ല ശുദ്ധിയായ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലേ. അതങ്ങനെ പറയുമെങ്കിൽ നമുക്ക് മായം ചേർത്തിട്ടുള്ള സംഭവങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വേർഡ്, അത് സ്ത്രീ പവിത്രതയിരിക്കണം, അല്ലെങ്കിൽ പരിശുദ്ധീകരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം, ഫ്രഷ് ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു വേർഡ് ഇതെങ്ങനെയാണ് ഇവിടെ മേത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ടത്? അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഒരു പുരുഷന് ആവശ്യമില്ലല്ലോ. ഒരു പുരുഷൻ പവിത്രതയുള്ള പുരുഷനായിരിക്കണം എന്നൊന്നും പറയുന്നത് കേൾക്കാറില്ല. കൂടുതലും നമ്മൾ ഈ സംഭവങ്ങൾ കേൾക്കുന്നത് സ്ത്രീകളുടെ മേലാണ്. അപ്പം അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള സംഭവം എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി, എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? എല്ലാത്തിനും സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ChatGPT ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ChatGPT നോക്കിയിട്ട് അതിൽ ഇംഗ്ലീഷിലാണ് അതിൻ്റെ കണ്ടൻ്റൊക്കെ വന്നത്. ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ChatGPT അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് മലയാളം ആയിരിക്കത്തില്ല. കുറച്ച് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും ഞാനത് കുറച്ച് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പവിത്രതയ്ക്ക് എവിടെ നിന്നാണ്, എങ്ങനെയാണ് അത് എന്നുള്ള സംഭവം. അത് ഞാൻ ChatGPT ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പവിത്രത എന്ന ആശയം രാജാക്കന്മാർ രൂപപ്പെടുത്തിയ ഒരു തന്ത്രമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ നിയന്ത്രിക്കാനോ മതം മാറാതിരിക്കാൻ ഉപയോഗിച്ചതായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൽ മതം മാറാതിരിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, പണ്ട് ഈ കൃഷി കുടുംബം വന്ന സമയത്ത് അല്ലെങ്കിൽ കൃഷി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും കൃഷി കുടുംബങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു കൃഷി കുടുംബങ്ങൾ മനസ്സിലാക്കി നമ്മൾ മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ഈ വലിയ വലിയ കൃഷി കുടുംബങ്ങൾ മറ്റ് ചെറിയ ഗോത്രങ്ങളൊക്കെ പോയിട്ട് പിടിച്ചുകൊണ്ട് വരികയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് തട്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ. നമ്മൾ കാണുന്ന ഒരു വർഗീയത അല്ലെങ്കിൽ പല വിവേചനമൊക്കെ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു പവിത്രത. അതായത് ഈ തട്ടുതട്ട് സമൂഹം വരുമ്പോഴത്തേക്കും ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ഒരാൾക്ക് മേൽത്തട്ടിലുള്ള ഈ ഒരു കുടുംബത്തിലെ സ്ത്രീയോട് കല്യാണം കഴിക്കാനായിട്ടോ അങ്ങനത്തെ ബന്ധം ഉണ്ടാക്കാനായിട്ടുള്ള അവകാശമില്ല. അപ്പോൾ അതിൽ നിന്നിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നതെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഉത്തരം വന്നത് അതെ എന്നുള്ളതാണ് വന്നത്. അതെ, ചരിത്രത്തിൽ പലപ്പോഴും പവിത്രം എന്ന ആശയം ഭരണാധികാരികളും മതനേതാക്കളും സമൂഹത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശരീരവും ലൈംഗികതയും മത പിന്തുടർച്ചയും നിയന്ത്രിക്കാനായി. ഇവിടെ മതം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയില്ല, ആ സമയത്ത് മതമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ ഒരു സമയത്ത് കൂടുതലും ഒരു ഗോത്രങ്ങളുണ്ടായിരുന്നു. ഈ ഗോത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ദൈവങ്ങളായിരുന്നു ഉണ്ടായത് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. പിന്നീടാണ് മതം വന്നത്. പിന്നെ മതത്തിൽ തന്നെ സ്ത്രീകളെ പിടിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പല ഇത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യങ്ങളിൽ പുരുഷനിൽ കാണുന്നില്ല, മനസ്സിലായി. പുരുഷനെ ഇപ്പോൾ എവിടെ വേണമെങ്കിലും എവിടെ പോവാം, എത്ര പെണ്ണുങ്ങളായിട്ട് വേണമെങ്കിലും ബന്ധം ഉണ്ടാക്കാം. അത് ഇന്നത്തെ കാലത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. പുരുഷനെ അവിടെ കണ്ടു അല്ലെങ്കിൽ പുരുഷൻ ഇത്രയും സ്ത്രീകളുടെ ഒപ്പം കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കാണാറോ അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാറോ പോലും ഇല്ല. കൂടുതലും ഇതേപോലെ സ്ത്രീകൾ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്ന സ്ഥലത്ത് കണ്ടു എന്നുള്ള സംഭവമൊക്കെയാണ് ഇപ്പോഴും സമൂഹത്തിലുള്ളത്. അത് പഴയ രീതിയിലുള്ള ചിന്താഗതിയായിരുന്നു. ആ സെയിം സംഭവം തന്നെ ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് ഒരു സ്ത്രീക്കൊരു വിവാഹത്തിൻ്റെ മേലല്ലാതെ ജസ്റ്റ് ലിവിങ് ടുഗദറോ അല്ലെങ്കിൽ ഒരു പ്രണയബന്ധത്തിലോ ഒരു കുട്ടി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് പണ്ട് കാലങ്ങളിൽ അത് തെറ്റായിരുന്നു, മനസ്സിലായില്ല. അത് പല ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫുൾ സ്ത്രീക്ക് സപ്പോർട്ടായിട്ടാണ് നിയമം നിൽക്കുന്നത്. കാരണം ആ ഒരു പ്രഗ്നൻസി ഇത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടതെന്നുള്ള തീരുമാനിക്കേണ്ടത് സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. കാരണം ആ ഒരു ഗർഭം ഫുള്ളായിട്ട് ചുമക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സമയത്തുള്ള പെയിനും എഫോർട്ടൊക്കെ പൂർണ്ണമായിട്ട് എടുക്കുന്നത് ഈ സ്ത്രീകൾ തന്നെയായിരുന്നു. അപ്പോൾ അതിന് സ്ത്രീകളുടെ ആ ഒരു ഇത് നോക്കിയിട്ടാണ് നിയമങ്ങൾ വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങൾ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു സമൂഹത്തിന് ആ ഒരു പഴയ പ്രാകൃതമായിട്ടുള്ള ചിന്തയാണ്. ഇന്ന് ഡോക്ടേഴ്സിനെ ചോദിക്കാൻ പോലും പാടില്ല, ഹസ്ബൻഡ് ആരാന്നുള്ള സംഭവം ചോദിക്കാൻ പോലും പാടില്ല, മനസ്സിലായില്ലേ. അത് ചോദിക്കാതെ ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്നുള്ള സംഭവമാണ് നിയമത്തിലുള്ളത്. അപ്പോൾ
എന്താ പറയുക, സ്മൃതി അവിടെ വന്നോ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ മനസ്സിലായി ഈ ഒരു പവിത്രത എന്നുള്ളൊരു ആശയമൊക്കെ നമ്മളെ മനസ്സിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം, ഇത് പഴയ സമൂഹങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ താഴ് ജാതിയിലുള്ള പുരുഷന്മാരായിട്ട് ബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ മേലുള്ള സമൂഹത്തിൻ്റെ ആ ഒരു പിന്തുടർച്ച, തൻ്റെ ആ ഒരു ജീനിലൂടെ ആ ഒരു പിന്തുടർച്ച വരാൻ വേണ്ടിയിട്ടും സ്ത്രീകളുടെ മേലിൽ മാത്രം ഏർപ്പെടുത്തിയിരുന്ന ഉപരോധമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് പുരുഷന്മാർക്ക് വേണമെങ്കിൽ പോയിട്ട് താഴെത്തട്ടിലുള്ള സ്ത്രീകളായിട്ട് പോയിട്ട് ബന്ധം ഉണ്ടാക്കാം. പക്ഷേ അവർ ആ ഒരു ബന്ധം ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് തൻ്റെ പത്നിയായിട്ട് സ്വീകരിക്കുന്ന അവസ്ഥയില്ല. അതിനൊരു പ്രതിഫലമായിട്ട് കുറച്ച് നെല്ലോ അല്ലെങ്കിൽ കുറച്ച് ഭൂമിയോ എഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യം ആ ഒരു കാലത്തുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു പവിത്രത എന്നുള്ള വേർഡ്സൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് എന്തോ ഒരു വലിയ സംഭവം പോലും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളെ ചങ്ങലക്കിടാൻ വേണ്ടിയിട്ട് പഴയ കാലത്തുള്ള രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നിട്ടുള്ളൊരു വേർഡാണ് ഈ പവിത്രത, പരിശുദ്ധി എന്നുള്ള സംഭവം. അത് ഇപ്പോഴത്തെ കാലത്തേക്കും നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണാതെ പോകും, മനസ്സിലായില്ലേ? കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവിടെ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ജനാധിപത്യ രാജ്യമായി വളർന്നിട്ടും നിങ്ങളിപ്പോഴും പവിത്രത പൊക്കി പിടിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കാണാതെ പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ള ജനാധിപത്യത്തിൻ്റെ ആയിട്ടുള്ള വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കി പോവുകയും ചെയ്യും. നിങ്ങൾ ഏതൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിലും ഏതൊരു ഗോസിപ്പ് അല്ലെങ്കിൽ ഏതൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പരിശുദ്ധി എന്നുള്ള സംഭവങ്ങൾ നിങ്ങൾ അളക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾക്ക് ഈ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യം നോക്കാം, മനസ്സിലായില്ല? അവരെ ആൾക്കാരെപ്പോഴും കാണുന്നത് വൃത്തിയുടെ സ്ത്രീ അല്ലെങ്കിൽ അശുദ്ധയായിട്ടുള്ള സ്ത്രീ ആയിട്ടൊക്കെയാണ് പല ആൾക്കാരും ഇന്ന് സമൂഹത്തിൽ കണ്ടിരുന്നത്. പണ്ടും അങ്ങനത്തെ ഇപ്പോഴും അതേപോലെ തന്നെ കാണുന്ന ആൾക്കാരുണ്ട്. അവരെ വീട്ടിൽ പോലും കയറ്റാതെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന രീതിയും അതേപോലെ തന്നെ ഒളിഞ്ഞും നിന്നിട്ട് ആ സ്ത്രീയെ പറ്റിയുള്ള ഗോസിപ്പുകൾ പുരുഷന്മാർ സ്ത്രീകൾ പറയുകയും അതുപോലെ തന്നെ ഈ പുരുഷന്മാർ രാത്രി ഈ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ പോയിട്ട് സമീപിക്കുകയും ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പവിത്രതയാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ത്രീനെ കുറ്റപ്പെടുത്താനേ പറ്റുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു ജനാധിപത്യ മൂല്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവരാരും സെക്സ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ആ ഒരു ജോലിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല. അവർക്ക് അവർ ചെയ്യുന്ന സാധാരണമായിട്ടുള്ള തൊഴിൽ ഏതെങ്കിലും കടകളിൽ നിൽക്കണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ക്ലീനിങ് ജോലിക്കൊക്കെ നിൽക്കണ്ടാവും, മനസ്സിലായില്ലേ? അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സാമ്പത്തികം അവർക്ക് പോരാതിരുന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചികിത്സയുടെ ആവശ്യമായിട്ട് വേണ്ടിയിട്ട് അത്രയും കഷ്ടത അനുഭവിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഈ സെക്സ് വർക്ക് പോലുള്ള ജോലികൾക്ക് പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അവിടെ പവിത്രത കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർ നമ്മളുടെ കണ്ണിൽ തെറ്റുകാരായിട്ട് മാറും. പക്ഷെ നമ്മൾ നേരെ മറിച്ച് നമ്മൾ ജനാധിപത്യ മൂല്യമുള്ള ആൾക്കാരും അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന കഷ്ടതകൾ അല്ലെങ്കിൽ അവർ ഈ ഒരു വർക്ക് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് അവരെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് മനസ്സിലായില്ലേ? കാരണം ആ വർക്കിന് നിങ്ങളിപ്പോൾ ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ആയിരിക്കും ഇഷ്ടമുണ്ടായിട്ടായിരിക്കില്ല ആ ഒരു സംഭവം പോകുന്നത്, ആ ഒരു കാര്യത്തിന് ആ ഒരു ജോലിക്ക് പോകുന്നത്. അത് നിങ്ങളുടെ കഷ്ടത അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ഒരു ജോലി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് തികയുന്നില്ല. അങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിന് ഈ താഴെ തട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പൂറായിട്ട് നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഇതിലേക്ക് കൂടുതലും പോകുന്നത്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ഈ ടാക്സ് വെച്ചിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പവിത്രത പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മളൊരിക്കലും ഗവൺമെൻറ്റിന് നമ്മൾ കുറ്റം പറയില്ല. ഇത് പൂർണ്ണമായിട്ടും ആ ജോലികൾക്ക് പോകുന്ന സ്ത്രീകളെ കുറ്റമായിട്ട് പറയുകയും അവരെ നമ്മൾ ഇതുപോലെ സമൂഹത്തിൽ താഴെത്തട്ടിൽ തന്നെ ഇടുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ ഈ പവിത്രത എന്നുള്ള ഒരു എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യങ്ങളിൽ കുറച്ച് കാര്യകാരണങ്ങൾ സഹിതം ChatGPTയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് വായിച്ചു. പവിത്രതയെ അധികാരത്തിന് വേണ്ടി ഉപയോഗിച്ചത്. പല കാലഘട്ടങ്ങളിലും രാജാക്കന്മാരും മതനേതാക്കളും അവരുടെ അധികാരം ന്യായീകരിക്കാനും പരിരക്ഷിക്കുവാനുമായി ദൈവികത എന്ന പവിത്രത ആശയം ഉപയോഗിച്ചു. അപ്പോൾ അതിൽ ദൈവികത പവിത്രതായിട്ട് ഉപയോഗിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണെന്നാണെന്ന് പഴയ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട്, മനസ്സിലായില്ലേ? ദൈവം വന്നിട്ട് രാജാവിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു മെയിനായിട്ടൊരു പുരോഹിതൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസി ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോഗി വീരനൊക്കെ ഉണ്ടാവും. ഇവരായിരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇന്ന ആളാണ് ദൈവം രാജാവായിട്ട് തിരഞ്ഞെടുത്തതെന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പോൾ ദൈവത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ആരുമില്ല. രാജാവിനെ തിരഞ്ഞെടുത്തത് ദൈവമാണ് തിരഞ്ഞെടുത്തത്. ദൈവത്തിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ കൊല്ലപ്പെടണം എന്നുള്ള
ഒരു നിയമം വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു രാജ്യഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ജനങ്ങളാരും തന്നെ എന്നാൽ രാജാവിനെ ചോദ്യം ചെയ്യില്ല. കാരണം രാജാവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനെ ചോദ്യം ചെയ്തു പോലും. കാരണം രാജാവിനെ തിരഞ്ഞെടുത്തത് ദൈവവും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് ആ ഒരു രാജ്യഭരണ കാലത്ത് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതാകുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും രാജാവിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കാണിക്കുന്നുണ്ട്. ദൈവിക രാജ്യത്വം. പാരോ ചൈനയിലെ ചക്രവർത്തിയൻ മാൻഡേറ്റ് ഓഫ് ഹെവൻ. പൂർവ്വ ഇന്ത്യയിലെ രാജാക്കന്മാർ ഇവരെല്ലാം ദൈവികമായി തിരഞ്ഞെടുത്തവരാണെന്ന് പറഞ്ഞിരിക്കുന്നു. പവിത്ര നിയമങ്ങൾ മതഗ്രന്ഥങ്ങളുടെയും ആചാരങ്ങളുടെയും പുരുഷാധികാരവും ജാതി വ്യവസ്ഥയും സ്ത്രീകളുടെ നിയന്ത്രണവും ന്യായീകരിച്ചു. മിഷേൽ ഫൂക്കോ എന്ന പാശ്ചാത്യ ചിന്തകൻ മതം, ലൈംഗികത, അധികാരം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പവിത്രം എന്നത് സാമൂഹിക നിയന്ത്രണത്തിന് ഉപയോഗിക്കപ്പെട്ടതായി കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിലായില്ലേ? അതായത് ഈ പവിത്രതയിൽ നിന്ന് നിങ്ങൾ ഈ സ്ത്രീകൾ തന്നെ പവിത്രത ആണ് അവരുടെ വലിയ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ മാന്യതയുടെ സ്ത്രീയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകളിലും കാലുകളിലും വിലങ്ങൾ അണിയിക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് പവിത്രതയാണ് ഏറ്റവും വലുതെന്നുള്ളത്. നിങ്ങൾക്ക് ഫ്രീഡമായിട്ട്, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു ബൈക്കിൽ കയറി പോകാൻ വേണ്ടി പറ്റില്ല, മനസ്സിലായില്ല? ഫ്രണ്ട്സ് പോയിട്ട് നിങ്ങളുടെ സഹോദരൻ്റെ ഒപ്പം പോലും ബൈക്കിൽ കയറി പോകാൻ വേണ്ടി പറ്റില്ല. അതുവരെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുള്ള സമൂഹമാണത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതൊരു സ്ത്രീകൾ കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങളെ കാണുന്ന കുറേ സ്ത്രീകളും കുറേ പെൺകുട്ടികളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ ചിലപ്പോൾ ഒരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഫറിങ്ങിലൂടെ കടന്നു പോകായിരിക്കും. സ്വന്തം കുടുംബത്തിലുള്ള അച്ഛൻ്റെയോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെയോ നേരിൽ നിന്നിട്ട് വളരെയധികം പീഡനത്തിലൂടെ കടന്നു പോകുമായിരിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ പവിത്രതയാണ് വലുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവർ ശരിവെക്കുന്ന രീതിയിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അടുത്തൊരു പോയിന്റ് പറയുന്നത് സ്ത്രീകളുടെ നിയന്ത്രണത്തിനുള്ള പവിത്രതാ ധാരണകൾ. പല സംസ്കാരങ്ങളിലും സ്ത്രീയുടെ കന്യകാത്വം, ശുദ്ധത തുടങ്ങിയവ പവിത്രം എന്ന് വിളിച്ചിരുന്നു. അതായത് സ്ത്രീയുടെ ഒരു ലേഡിയുടെ വെർജിനിറ്റി, അത് എന്താ പറയുക, പവിത്രത, ശുദ്ധത എന്നൊക്കെ വിളിച്ചിരുന്നു, മനസ്സിലായി? അപ്പോൾ അവിടെയും സ്ത്രീകളുടെയാണ് പറയുന്നത്. പുരുഷൻ്റെ വെർജിനിറ്റിയൊക്കെ ഒന്നും ഇവിടെ ആരും നോക്കുന്നില്ല, അതൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നില്ല. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് എന്താ പറയുക, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ള ചൂണ്ടിക്കാണിക്കുകയാണ്, മനസ്സിലായില്ലേ? വെർജിനിറ്റി ഇല്ലാത്ത സ്ത്രീ അല്ലെങ്കിൽ പല പഴയ കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സ്ത്രീ ഒരു പുരുഷനായിട്ട് എന്താ പറയുക കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യരാത്രി കഴിയുമ്പോഴത്തേക്കും ഈ ബന്ധുക്കൾ അവിടെ ആ ഒരു കട്ടിൽ പോയി നോക്കും. അപ്പോൾ അവിടെ ബ്ലഡ് കണ്ടില്ലെങ്കിൽ അവിടെ പിന്നെ ഇടിയും ബഹളമായിരിക്കും പല കാരണത്താലും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കുറേ ഉദാഹരണങ്ങൾ പ്രാചീന റോമും ഗ്രീസും വെസ്റ്റേൺ വെർജിൻസ് ആ ഒരു ടൈമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കന്യകയായിരിക്കാൻ നിർബന്ധിതരായിരുന്നു, അത് ലംഘിച്ചാൽ മരണശിക്ഷയായിരുന്നു, മനസ്സിലായില്ല? അപ്പോൾ ആ സമയത്തും സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഫ്രീഡമൊന്നും കാര്യങ്ങളില്ല. ആണുങ്ങൾക്ക് അവരുടെ താഴെത്തട്ടിലുള്ള സ്ത്രീകളോട് പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സ്ത്രീകൾക്ക് അതേപോലത്തെ ഫ്രീഡമൊന്നും ആ സമയത്തില്ലായിരുന്നു. ഭാരതത്തിലെ ഉന്നത ജാതികൾ സ്ത്രീകളുടെ സഞ്ചാരവും വിവാഹവും അതിമിതമായി നിയന്ത്രിച്ചു, ജാതിശുദ്ധി പിടിക്കാൻ. ആ ഒരു എക്സ്പ്ലനേഷനിൽ തന്നെ പറയുന്നുണ്ട് ഭാരതത്തിലെ ഉന്നത ജാതികൾ, അതായത് ഞാൻ പറയുന്നത് നേരത്തെ കൃഷി സമൂഹം രൂപപ്പെട്ടപ്പോഴത്തേക്കും അതിൽ എന്താണ് തട്ടുതട്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മേൽജാതി, പിന്നെ താഴേക്കുള്ള ജാതികളും. അപ്പം ഈ മേൽജാതിയിലുള്ള ആൾക്കാർ അവരുടെ ആ ഒരു അവരുടെ സെയിം ജീൻ തന്നെ കണ്ടിന്യൂറ്റി തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സമൂഹത്തിലുള്ള സ്ത്രീകളെ എന്താ പറയുക താഴത്തെ തട്ടിലുള്ള ആ ഒരു സമൂഹത്തിലേക്ക് പോകാനായിട്ട് അനുവദിച്ചിട്ടില്ല. കാരണം ആ ഒരു സ്ത്രീ താഴെത്തട്ടിലുള്ള ഒരു പുരുഷനോടൊപ്പം പോയിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ തുടർന്ന് വരുന്നത് ആ ഒരു താഴത്ത് തട്ടിലുള്ള സമൂഹത്തിൻ്റെ ജീൻ തന്നെ ഇരിക്കും തുടർന്ന് വരുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ മേൽത്തട്ടിലുള്ള ആളുകൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ വരുന്ന ഒരു കുട്ടികൾ എന്താണ് താഴെത്തട്ടിലുള്ള കുട്ടികളായിട്ട് തന്നെയായിരുന്നു അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. മറിച്ച് ഒരു മേൽത്തട്ടിലുള്ള പുരുഷനാണ് താഴെത്തട്ടിലുള്ള സ്ത്രീകളെ മാരേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു താഴെത്തട്ടിലെ സ്ത്രീയും മേൽത്തട്ടിലുള്ള പുരുഷൻ്റെ ആ ഒരു സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും അതേപോലെ തന്നെ അതിലുണ്ടാകുന്ന കുട്ടി ആ ഒരു സെയിം മേൽത്തട്ടിലുള്ള പുരുഷൻ ഏത് ജാതിയിലാണോ ആ സെയിം സമൂഹത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്യും.
പക്ഷെ ഇത് പുരുഷന് മാത്രമേ ഉണ്ടായി, സ്ത്രീക്ക് ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സ്ത്രീക്ക് എപ്പോഴും മേൽത്തട്ടിലുള്ള ആ പുരുഷന്മാരെ മാത്രമേ മാരേജ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെത്തട്ടിലുള്ള അവർക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരോടൊപ്പം പോയിട്ട് മാരേജ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സമൂഹത്തിൽ നിന്ന്, അവരുടെ ആ ഒരു മേൽത്തട്ടിലുള്ള സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ആ താഴെത്തട്ടിലുള്ള ഏത് ജാതിയിലുള്ള ആളുടെ ഒപ്പമാണോ ഇവർ ചേർന്ന് അതിൽ കുട്ടി ഉണ്ടാവുന്നത്, ആ കുട്ടി ആ താഴെത്തട്ടിൽ തന്നെ ജീവിച്ചു പോവുകയും ചെയ്യും. അപ്പം ഈ ഒരു കാര്യം, ഈ ജീനിൻ്റെ ആ ഒരു ജാതി അല്ലെങ്കിൽ ആ ഒരു കുട്ടികളുടെ തുടർച്ച, ആ ഒരു പരമ്പരയുടെ തുടർച്ച മേൽത്തട്ടിൽ മാത്രമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ആ ഒരു പവിത്രത അല്ലെങ്കിൽ കന്യകാത്വം എന്നുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തത്. സമ്മറിയായിട്ട് പറയുന്നുണ്ട്, ഇവയുടെ പിന്നിൽ ഇരിക്കുന്നത് സ്ത്രീകൾ മതം മാറാതിരിക്കുക, പുതിയ മതങ്ങളിലേക്കോ ജാതികളിലേക്കോ ചേർന്ന് പോകാതിരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങൾ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ സംഭവങ്ങൾ ChatGPT പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിന്തകരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ജെർഡ ലേണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളി പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ്. ദ ക്രിയേഷൻ ഓഫ് പാട്രിയാർക്കി എന്ന പുസ്തകത്തിൽ സ്ത്രീകളെ അടിച്ചമർത്താൻ മതപരമായ പവിത്രത ആശയങ്ങൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. അടുത്തത് സിൽവിയ ഫെഡറിച്ചി സെലിബിയൻ ആൻഡ് ദ വിച്ച് എന്ന കൃതിയിൽ സ്ത്രീകളുടെ ലൈംഗികതയെ എങ്ങനെ നിയന്ത്രിച്ചാണ് ആധുനിക രാഷ്ട്രങ്ങൾ നിലനിൽക്കാൻ ഉപയോഗിച്ചതെന്ന് വിശദീകരിക്കുന്നു. ഒരു സമ്മറിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമ്മറി ഞാൻ വായിക്കാം. പവിത്രത എന്ന ആശയം ചരിത്രത്തിൽ പലപ്പോഴും ഒരു തന്ത്രമായി ഉപയോഗിച്ചിരുന്നു, പ്രത്യേകിച്ച് ഭരണാധികാരം സ്ഥാപിക്കാൻ, സ്ത്രീകളെ നിയന്ത്രിക്കാൻ, മതപരിവർത്തനം തടയാൻ, കുടുംബശുദ്ധിയും പാരമ്പര്യവും സംരക്ഷിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജാതിയിലുള്ള സെയിം ജീൻ തന്നെ തുടർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളെയും തെറ്റാണെന്ന് പറയുന്നതല്ല. അനേകം ആളുകൾക്ക് പവിത്രതയിൽ ആത്മീയതയും മൂല്യവുമുണ്ട്. പക്ഷേ ചരിത്രപരമായി നോക്കുമ്പോൾ പവിത്രം എന്നത് പലപ്പോഴും അധികാരത്തിൻ്റെയും പിതൃത്വാധിപത്യത്തിൻ്റെയും ഉപകരണമായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായി. അതായത് മെയിനായിട്ട് ഈ ഒരു പവിത്രത എന്നുള്ള വേർഡ്സ് പല ആൾക്കാരും അതൊരു സേക്രഡായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായി, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ നമ്മൾ ആ ഒരു വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മളത് ജീവിതത്തിൽ അതാണ് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതെടുത്ത് ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യത്തിലും നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി, നമുക്ക് പല സ്ഥലങ്ങളിലും പോകാൻ വേണ്ടി പറ്റില്ല, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലുള്ള ഈ എക്സാമ്പിൾ ഇപ്പോൾ ജസ്റ്റ് സലീം എന്ന് പറഞ്ഞത്, അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകണം. അത് പ്രൂവ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾക്ക് പല കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. പല നമ്മളുടെ സ്ത്രീകളായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ പലതും റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ, പല സ്ത്രീകളും അവരുടെ വീട്ടിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ, പുരുഷന്മാരൊക്കെ പല സ്ഥലത്തും രാത്രി പോവുകയും എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. പക്ഷെ സ്ത്രീകൾക്ക് എപ്പോഴും അവരുടെ ഫാമിലിയിൽ ഇന്ന സമയത്ത് കയറണം, രാത്രി പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മനസ്സിലായില്ലേ, അപ്പോൾ ഇതെന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് പല സ്ത്രീകളും കരുതുന്നത്. അപ്പോൾ അതങ്ങനെ കരുതുമ്പോഴത്തേക്കും നമ്മളത് മാത്രമാണ് ഏറ്റവും വലുതെന്നുള്ളത് കരുതരുത് എന്നാണ് ഞാൻ പറയുന്നത്. പല ജനാധിപത്യ മൂല്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് എങ്ങനെ നമ്മൾ ക്യാരക്ടർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള മൂല്യങ്ങൾ, നമ്മുടെ സഹജീവി സ്നേഹം, അങ്ങനെയുള്ള വലിയ വലിയ മൂല്യങ്ങൾ അത് കണ്ടിട്ട് വേണം ഈ ഒരു പവിത്രത കാര്യം പറയാനായിട്ട്. മനസ്സിലായില്ലേ, നമ്മളൊരിക്കലും ഈ കാര്യങ്ങൾക്കൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യരുത്. ഈ ഒരു മൂല്യങ്ങളോടൊപ്പം തന്നെ പവിത്രതയും കൊണ്ടുപോയി. പക്ഷെ പവിത്രത ഒരിക്കലും അതിൻ്റെ മേളിലാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ പല സ്ഥലത്തും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിൽ ഞാൻ ജസ്റ്റ് രേണുസുധിയുടെയും ജസ്ന സലീമിൻ്റെയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ അതിൽ രേണുസുധി എന്ന് പറഞ്ഞ ആൾ നമുക്കറിയാലോ, കുറേ നാളായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അത്ര വലിയ വൈറലും അല്ലെങ്കിൽ അത്ര ട്രെൻഡിങ് കണ്ടന്റ് ഒന്നും ആയിരുന്നില്ല. അത് കണ്ടന്റ് ആയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇവരുടെ പ്രൊഫൈൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ദാസേട്ടൻ്റെ ഒപ്പം ആ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ചാന്തുപൊട്ടിലെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിലൂടെയാണ് പുള്ളിക്കാരത്തി കുറേ നല്ലപോലെ അത്യാവശ്യം വൈറലായത്. അപ്പം അങ്ങനെ വൈറലാവാനായിട്ടുള്ള കാര്യം എന്താണ്, സാധാരണ ഒരു പാട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൈറലാവും. പക്ഷെ ഇത് നെഗറ്റീവ് വന്ന് വൈറലാവാനായിട്ടുള്ള കാര്യം എന്താണ്, കാരണം ഇതേപോലത്തെ ആ ഒരു പവിത്രത, ആ തോട്ട്സ്, അല്ലെങ്കിൽ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല, മറ്റൊരു പുരുഷനെ ഇപ്പം അഭിനയിക്കാൻ പാടില്ല, ഇങ്ങനത്തെ ആ ഒരു പവിത്ര ബോധം അല്ലെങ്കിൽ ഉടമബോധം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പല പുരുഷന്മാരുടെയും അതേപോലത്തെ സ്ത്രീകളുടെ മനസ്സിൽ പോലും ഇപ്പോഴും ഉണ്ട്. കൂടുതലും ഈ രേണുസുധിനെ വിമർശിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്. മനസ്സിലായില്ലേ, ആ ഒരു വീഡിയോയുടെ കമന്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മരിച്ച ഒരാളുടെ ഭാര്യ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് കണ്ടാൽ ശ്രുതിക്ക് വിഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് ഉണ്ട്.
അങ്ങനെ ആ ഒരു കമൻസ് പുള്ളിക്കാരത്തി കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ വരുന്നത് ഇതേപോലത്തെ നെഗറ്റീവ് കമൻസാണ് വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഒരു പവിത്രബോധം തകർക്കുന്ന രീതിയിൽ പുള്ളിക്കാരി തകർക്കണമില്ല, ആ ഒരു സംഭവത്തിന് എന്താ പറയുക, അതിനെതിരെ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ അതിനെതിരെ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും കുറേ റീച്ച് കിട്ടുമെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള, നിങ്ങൾ കാണികളായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ ഒരു ബോധം, മനസ്സിലായില്ലേ, ആ ഒരു ബോധമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴത്തേക്കും വൈറലാകുന്നത്. എക്സാമ്പിൾ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ. കാരണം അവർക്ക് പവിത്രത ഉണ്ടാവില്ലെന്നല്ല, നിങ്ങൾക്ക് ഉള്ളിലുള്ള ആ ഒരു പൊതുബോധം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്നുള്ള സംഭവമില്ലേ, അത് നിങ്ങൾ മാറ്റാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള ആൾക്കാർ വൈറലായിക്കൊണ്ടിരിക്കും. അപ്പോൾ പല യൂട്യൂബേഴ്സും പറഞ്ഞ് കേൾക്കാം, എന്താണ് ഇവർ കോപ്രായങ്ങൾ കാണിച്ചാണ് വൈറലാവുന്നത്. അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് മിക്ക ആൾക്കാരും ഇതേപോലെ കുറേ റിസർച്ച് ചെയ്ത് കുറേ പഠിച്ച് കുറേ അധ്വാനിച്ച് നല്ലപോലെ എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോസ് ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക 1,00,000 പേര് കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ആറാട്ടണ്ണൻ അല്ലെങ്കിൽ ആറാട്ടണ്ണൻ വിട്, നമുക്ക് ഈ അലൻ ജോസ് പെരേരനെ എടുക്കാം. പുള്ളി ഒരു ഡാൻസ് ചെയ്തിട്ട് ഒരു വീഡിയോ 10 സെക്കൻഡ് വീഡിയോ വെറുതെ ഡാൻസ് ചെയ്ത് എഡിറ്റിംഗിൽ അത് ജസ്റ്റ് ഒരു റീലായിട്ട് ഇട്ടാൽ തന്നെ അതിലും കൂടുതൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ജനങ്ങളുടെ തന്നെ പൊതുബോധം അങ്ങനത്തെ ഒരു പവിത്രത അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാണ്ടി പാടുള്ളൂ എന്നുള്ള സംഭവം കൊണ്ടിട്ടാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു പവിത്രത എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ പവിത്രത ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ ടാക്സ് അല്ലെങ്കിൽ നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസൊക്കെയാണ് നിങ്ങൾ പൊക്കിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ രാജ്യത്ത് നമ്മളുടെ ഭരണാധികാരി ചെയ്യുന്ന അഴിമതികൾ നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് നമ്മൾ കാണൂല. നമ്മൾ ആ ഒരു കാര്യങ്ങളൊന്നും നമ്മളുടെ കണ്ണിൽ വരൂല. നമ്മളെപ്പോഴും വേറെ വാല്യൂസാണ് നമ്മൾ പൊക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഒരു ജനാധിപത്യത്തിൻ്റെ വാല്യൂസ് നമ്മൾ പൊക്കിപ്പിടിച്ചിട്ട് നമ്മൾക്ക് ഈ സംഭവം കാണൂല. നമ്മൾ എന്താ പറയുക, ഈ നമ്മളുടെ പവിത്രത നോക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണം, നമ്മൾ പല കമ്പനീസും നമുക്ക് തരുന്ന ഫുഡ്, അതിലുള്ള പവിത്രത നമ്മൾ അന്വേഷിക്കാറില്ല. പല സ്ഥലങ്ങളിലും പല എന്താ പറയുക മായയും അതുപോലെ പല കിച്ചൺസിലും പല ഹോട്ടൽസിലും പഴകിയ ഫുഡും അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്, മനസ്സിലായി. അതിപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പവിത്രത നോക്കുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പവിത്രത അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തുവിട്ട നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ അവർ നമ്മളോട് ചെയ്യുന്ന അഴിമതികൾ, ആ കാര്യങ്ങളൊക്കെ കാണാതെ പോവുകയും നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ കൂടുതൽ ഗാർഹിക പീഡനങ്ങളും കൂടുതൽ സ്ത്രീകളുടെ മരണങ്ങളൊക്കെ ഉയർന്നു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലൊരു വാർത്ത ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ന്യൂസും ജസ്റ്റ് നോക്കാം. ഭർത്തൃവീട്ടുകാരുടെ സ്ത്രീധന പീഡനത്തെ തുടർന്ന് തമിഴ്നാട് തിരുപ്പൂരിൽ നവവധു ജീവനൊടുക്കി. 27-കാരിയായ റീഥനിയാണ് മരിച്ചത്. 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപയുടെ കാറും വിവാഹസമയത്ത് നൽകിയിട്ടും വീണ്ടും സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അച്ഛന് ശബ്ദ സന്ദേശം അയച്ച ശേഷമാണ് യുവതി മരിച്ചത്. சாரிப்பா, இந்த தடவை நான் யாரும் என்னை காப்பாற்றணும்னு நினைக்கலப்பா. எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினச்சிருக்கேன். ஆனால் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்டேன். இந்த பிரச்சனை சால்வ் ஆகாது. ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாற்றவே முடியாது. அவங்க என்னை ரொம்ப காயப்படுத்திட்டாங்க, ரொம்ப அசிங்கமும் படுத்திட்டாங்க. போதும், அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டுருக்கு. முடிச்சுக்கலாம். ஏன் நீ உன் வாழ்க்கையை நீ ஏன் முடிச்சுக்கிற? മുട്ടാളാ നീ, உங்களுக்கு തോന്നலாம். അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് ഉള്ള നിയമം ഉള്ളപ്പോഴത്തേക്ക് തന്നെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്താ പറയുക പവിത്രത അല്ലെങ്കിൽ എന്താ പറയുക ചാരിത്രം എന്നുള്ള വാല്യൂസ് പിടിക്കുമ്പോഴത്തേക്കും അതാണ് ഏറ്റവും വലിയ വാല്യൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീനെ മാത്രം അവർക്ക് എന്താ പറയുക മാരേജ് ചെയ്ത് കൊണ്ടുപോയാൽ പോരെ. സ്ത്രീ ആ ഒരു കുട്ടീനെ ആ ഒരു വീട്ടിൽ നിന്ന് മാരേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും തന്നെ ഇത്രയും വലിയൊരു പൈസ, അതായത് ഇത്രയും 70 ലക്ഷം രൂപയുടെ കാറും അതേപോലെ തന്നെ ഇത്രയും സ്വർണ്ണങ്ങളും ആവശ്യപ്പെടേണ്ട ആവശ്യം എന്താണ്? എന്നിട്ട് അതുപോലും മതിയാവാതെ പിന്നെയും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലായി. അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയുടെ ആ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പീഡനം അനുഭവിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. ഇത്രയും പവിത്രത അല്ലെ ആ ഒരു വാല്യൂസാണ് സ്ത്രീക്ക് ഏറ്റവും വലുതെന്ന് പറയുമ്പോഴത്തേക്കും അതാണ് വലുതെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ സ്ത്രീധനം ചോദിക്കേണ്ട ആവശ്യമാണ്. എന്നിട്ട് ആ സ്ത്രീധനത്തിൻ്റെ പുറകെ പിന്നെയും വീണ്ടും അത് പോരാന്ന് പറഞ്ഞ് ചോദിക്കുകയും ഈ ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ച് ഇതേപോലെ എന്താ പറയുക ആ ഒരു പെൺകുട്ടിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ ഈ ഒരു വാല്യൂസ് ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ചാരിത്രം അല്ലെങ്കിൽ പവിത്രത എന്നുള്ള വാല്യൂസിൽ അത് മാത്രമാണ് സ്ത്രീകൾക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങൾ അതിൽ നിൽക്കുകയും അവരെ എന്താ പറയുക ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ
സ്വതന്ത്രമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു പുരുഷനെ പോയിട്ട് വിവാഹം ചെയ്യാനായിട്ടോ പോലെയുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കില്ല. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതേപോലത്തുള്ള വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ സ്ത്രീകളെ മാത്രം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതുപോലത്തുള്ള മോറൽ വാല്യൂസ്, നമുക്ക് ഇന്ന് വേണ്ടത് മോറൽ വാല്യൂസ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ജനാധിപത്യപരമായിട്ടുള്ള വാല്യൂസും അതേപോലെ തന്നെ മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള വാല്യൂസും അതേപോലെ തന്നെ സഹജീവി സ്നേഹം, അത് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസാണ് നമുക്ക് വേണ്ടത്. ഈ ബാക്കിയുള്ള ഈ നിങ്ങൾ പറയുമ്പോൾ ഈ പവിത്രതയും കാര്യങ്ങളൊക്കെ സെക്കൻഡറി എന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് ഈ ഒരു കാര്യങ്ങൾ ഈ ഞാൻ പറഞ്ഞ പോലത്തെ വാല്യൂസ് അത് വേണം നിങ്ങൾ ഫസ്റ്റ് പൊക്കി പിടിക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള സ്ത്രീകൾ സമൂഹത്തിലുണ്ടാവും. ഇതേപോലെ സ്വതന്ത്രമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പീഡനം ആ വീട്ടിൽ ഈ ഒരു കുട്ടിക്ക് നേരിട്ടപ്പോഴത്തേക്കും അവൾക്ക് അച്ഛനോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ലാതെ ഇറങ്ങി പോകുന്നേക്കാം. പക്ഷെ അവൾക്ക് അവിടെ ഒരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളിലുള്ള ഇൻഫ്ലുവൻസ് ആ കുട്ടിയിലും അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിലും ഉണ്ട്. മനസ്സിലായി? അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോഴത്തേക്കും അത് സ്മൃതി മാത്രമല്ല ബാക്കിയുള്ള ആരും ആയിക്കോട്ടെ, അപ്പോൾ ഇതേപോലുള്ള ചിന്താഗതിയിലാണ് നിങ്ങൾ സ്ത്രീകളെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സ്ത്രീകളുള്ള പീഡനങ്ങളും അതേപോലെ തന്നെ സ്ത്രീകളുടെ അടിച്ചമർത്തലുകളും സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലുകളും അതേപോലെ സ്ത്രീകളുടെ സൂയിസൈഡുകളും സമൂഹത്തിൽ കൂടും. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചത്. ഞാൻ പറ്റുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത്ര വലിയ ഇതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം വേണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അധികാരത്തിൻ്റെയും പിതൃത്വ വലിയ കഥ വാക്കാണ്. പവിത്രം എന്ന് പലപ്പോഴും അധികാരത്തിൻ്റെയും പവിത്രം എന്ന് പലപ്പോഴും അധികാരത്തിൻ്റെയും പിതൃത്വാധിപത്യത്തിൻ്റെയും ഉപകരണമായിരുന്നു.